നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കലയിലൂടെ ഹൃദയങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യത്തോടെ നൌക ബഹ്റൈൻ BMCയുമായി സഹകരിച്ച് നടത്തുന്ന 3 മാസം നീണ്ടു നിൽക്കുന്ന സമന്വയം 2025 എന്ന കലാ സാംസ്കാരിക പരിപാടി പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക കാത്തു സച്ചിൻ ദേവ് ഔപചാരികമായി BMC ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. വിശദമായ റിപ്പോർട്ട് കാണാം. കലയിലൂടെ ഹൃദയങ്ങളിലേക്ക് എന്ന മുദ്രാവാക്യത്തോടെ നൌക ബഹ്റൈൻ BMCയുമായി സഹകരിച്ച് നടത്തുന്ന 3 മാസം നീണ്ടു നിൽക്കുന്ന സമന്വയം 2025 എന്ന കലാ സാംസ്കാരിക പരിപാടി പ്രശസ്ത സാമൂഹിക പ്രവർത്തക കാത്തു സച്ചിൻ ദേവ് ഔപചാരികമായി BMC ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. It is truly an honor for me to stand before you today as a guest for a meaningful occasion. This gathering is not just an event, but a platform, a space where women can share their voice, their experiences and journey. Each story we'll be hearing today will show the strength of resilience, lessons of challenges faced, and courage to overcome hardships. നൌക ബഹ്റൈൻ സെക്രട്ടറി അശ്വതി മിഥുൻ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ബിനുകുമാർ കൈനാട്ടി അധ്യക്ഷത വഹിച്ചു. പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, മിനി മാത്യു, ഹേമ വിശ്വംഭരൻ, UK ബാലൻ, EV രാജീവൻ എന്നിവരും സംസാരിച്ചു. നൌക ബഹ്റൈൻ്റെ സമന്വയം 2025 എന്നോട് പറഞ്ഞു 3 മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ കലയിലൂടെ പ്രവാസ ജീവിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുവാനും അതോടൊപ്പം തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളും സാമൂഹ്യ സന്നദ്ധ സേവന രംഗത്തെ നിരവധി പ്രവർത്തനങ്ങൾ എല്ലാം ക്രോഡീകരിച്ചു കൊണ്ടാണ് നൌക ബഹ്റൈൻ സമന്വയം 2025 ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ബഹ്റൈനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക രാജി ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായി നടന്ന പ്രവാസ ലോകത്തെ പെണ്ണനുഭവങ്ങൾ എന്ന പരിപാടിയിൽ ബഹ്റൈനിലെ സ്ത്രീകളുടെ പ്രവാസ ലോകത്തെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ടോക്ക് ഷോ ബഹ്റൈനിലെ സാമൂഹിക രംഗത്ത് ഒരു നവ്യ അനുഭവമായും മാറി. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വേഗം വരുന്ന ചില മുഖങ്ങൾ ഒരുപക്ഷെ ബിസിനസ് ഫീൽഡിലായിരിക്കാം, അല്ലെങ്കിൽ കല, സാഹിത്യം, സാംസ്കാരികം, ആതുര സേവന രംഗം, ഇതിലെല്ലാം അങ്ങനെയുള്ള കുറേ സ്ത്രീകളുടെ മുഖങ്ങളായിരിക്കാം. അങ്ങനെയാണ് ഞാനൊരു മീറ്റിങ്ങിന് കൂടുന്നത് നൗകയുടെ കുറച്ച് ഭാരവാഹികളായിട്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഇന്നിവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, വളരെ സിമ്പിളായ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഴ്സ്, വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്നു. എനിക്കത് വളരെ ഒത്തിരി മനസ്സിനോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ഒരു മീറ്റിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ബിനു പറഞ്ഞതുപോലെ അവർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരാശയം ഞാൻ അങ്ങോട്ട് വെക്കുകയായിരുന്നു. അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആ ആശയം അവതരിപ്പിക്കാൻ ഒരു വേദി തന്നതിന് നൗക ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ച് അശ്വതിക്ക് ഒരുപാട് നന്ദി. ചടങ്ങിൽ സിനി ബിനുകുമാർ നന്ദി രേഖപ്പെടുത്തി.